2024 ഡിസംബർ 24 വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ 25 വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന വിശുദ്ധ കവാടം ഫ്രാൻസിസ് മാർപ്പാപ്പ തുറന്നു. ഇതോടെ ആഗോള കത്തോലിക്ക സഭയുടെ ജൂബിലി വർഷാചരണത്തിന് തുടക്കമായി. പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നതാണ് ജൂബിലി വർഷത്തിൻ്റെ പ്രമേയം. വിശ്വാസികൾക്ക് വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിക്കാനും പുണ്യപ്രവൃത്തികൾ ചെയ്യാനും അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാനുമുള്ള പ്രത്യേക അവസരമാണ് ജൂബിലി വർഷം. ജൂബിലി വർഷത്തിൻ്റെ ദണ്ഡവിമോചനം സ്വന്തമാക്കുവാനായി തീർത്ഥാടകർ കുമ്പസാരമെന്ന കൂദാശ സ്വീകരിക്കുകയും വിശുദ്ധ കുർബാന കൈക്കൊള്ളുകയും വിശുദ്ധ വാതിലുകളിൽ ഒന്നിലെങ്കിലും പ്രവേശിക്കുകയും വേണം. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ വിശുദ്ധ വാതിലിലേക്കുള്ള തീർത്ഥാടനം ആരംഭിക്കുന്നതിനുള്ള മീറ്റിംഗ് പോയിന്റ് കാസ്തൽ സാന്ത് ആഞ്ചലോയ്ക്കും വിയാ ദെല്ല കൊൺചീലിയൻസിയോണയുടെ തുടക്കത്തിനും ഇടയിലുള്ള പിയാസ പിയയിലാണ്. അവിടെയുള്ള ഇൻഫോ പോയിന്റിൽ വെച്ച് ഓരോ ഗ്രൂപ്പിനും ജൂബിലി വോളണ്ടിയർമാരിൽ നിന്ന് ഒരു ഔദ്യോഗിക ഹോളി ഇയർ കുരിശും പ്രാർത്ഥനാ പുസ്തകവും ലഭിക്കും. കുരിശും വഹിച്ച് പ്രാർത്ഥനാപൂർവമാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ വിശുദ്ധ വാതിലിലേക്കുള്ള തീർത്ഥാടനം ആരംഭിക്കുന്നത്. ഇറ്റാലിയൻ ഭാഷയിൽ പോർത്ത സാന്ത എന്നറിയപ്പെടുന്ന വിശുദ്ധ കവാടം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുൻഭാഗത്ത് കാണുന്ന 5 വാതിലുകളിൽ വടക്കേ അറ്റത്തുള്ള വലിയ വാതിലാണ്. ബസിലിക്കയുടെ അകത്ത് വിശുദ്ധ വാതിലിലൂടെ പ്രവേശിച്ച് വിശ്വപ്രസിദ്ധമായ പിയാത്ത സ്റ്റാച്ചു സ്ഥിതി ചെയ്യുന്നതിൻ്റെ സമീപത്തുള്ള ആരാധനാ ചാപ്പലിൻ്റെ വശത്തൂടെ നടന്ന് ബസിലിക്കയുടെ പ്രധാനപ്പെട്ട ഭാഗത്ത് എത്തിച്ചേരും. പത്രോസിൻ്റെ കബറിടത്തിങ്കൽ എത്തുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് തീർത്ഥാടനം പൂർത്തിയാകുന്നത്. AD 1300 ബോണിഫസ് എട്ടാമൻ മാർപ്പാപ്പയുടെ കാലത്താണ് ജൂബിലി ആചരണത്തിന് തുടക്കമിട്ടത്. അന്ന് ആദ്യമായി വിശുദ്ധ കവാടം നിർമ്മിച്ചതും തുറന്നതും സെന്റ് ജോൺ ലാറ്ററൻ ബസിലിക്കയിലായിരുന്നു. ലോക പള്ളികളുടെ മാതൃപള്ളി എന്നറിയപ്പെടുന്ന ഈ കത്തീഡ്രൽ ദേവാലയം റോമിൻ്റെ മെത്രാൻ കൂടിയായ മാർപ്പാപ്പയുടെ രൂപതാസ്ഥാനമാണ്. പിന്നീട് 1499 ഗ്രിഗറി എട്ടാമൻ പാപ്പ സെന്റ് പീറ്റേഴ്സ്, സെന്റ് പോൾസ്, സെന്റ് മേരി മേജർ ബസിലിക്കകളിലും വിശുദ്ധ കവാടങ്ങൾ സ്ഥാപിച്ചു. ഇതിൽ ഏറ്റവും സവിശേഷ നിർമ്മിതി വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേത് തന്നെയാണ്. ഭിത്തികെട്ടി പിൻഭാഗം സിമെന്റ് ചെയ്തിട്ടുള്ള വിശുദ്ധ വാതിലിൻ്റെ മുൻഭാഗത്ത് 16 ചെറുപാളികൾ ചേർത്ത് മരത്തിലുള്ള വലിയ 2 വാതിൽ പാളികളായി അതിമനോഹരമായി നിർമ്മിച്ചിരിക്കുന്നു. രക്ഷാകര ചരിത്രത്തിലെ ശ്രദ്ധേയമായ രംഗങ്ങൾ വെങ്കലത്തകിടിൽ കലാപരമായി അനാവരണം ചെയ്തിരിക്കുന്നു. ജൂബിലി 2025 എന്ന വെബ്സൈറ്റിൽ ജൂബിലി വർഷത്തിൽ വത്തിക്കാനിൽ നടക്കുന്ന പ്രധാന പരിപാടികളുടെ കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ പരിപാടികൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷനും ലഭ്യമാണ്. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക കൂടാതെ മറ്റു 3 പേപ്പൽ ബസിലിക്കകളായ സെന്റ് ജോൺ ലാറ്ററൻ, സെന്റ് മേരി മേജർ, സെന്റ് പോൾ എന്നിവിടങ്ങളിലും റോമിലെ റബീബിയിലെ ജയിലിലും മാത്രമാണ് വിശുദ്ധ വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നത്. 2026 ജനുവരി 6 യേശുവിൻ്റെ പ്രത്യക്ഷീകരണ തിരുനാൾ ദിനത്തിൽ ജൂബിലി വർഷം ഔദ്യോഗികമായി സമാപിക്കും.